ഹലോ സുഹൃത്ത്, നമസ്കാരം. JDS കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 10, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JDS കറണ്ട് അഫേഴ്സ്. ഓരോ കോമ്പറ്റീഷനിലും നമുക്കറിയാം കറണ്ട് അഫേഴ്സിന്റെ പ്രാധാന്യം എന്താണെന്ന്. നമ്മളെന്നും കറണ്ട് അഫേഴ്സിന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പരീക്ഷയിൽ എവിടെയും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: കേരള ശാസ്ത്ര പുരസ്കാരം അവാർഡ് 2023 ഫോർമർ ISRO ചെയർമാൻ S. സോംനാഥ് സെലക്ടഡ്. 2023 കേരള ശാസ്ത്ര പുരസ്കാരം മുൻ ISRO ചെയർമാൻ S. സോംനാഥിനെ തിരഞ്ഞെടുത്തു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2023 അഭിമാനകരമായ കേരള ശാസ്ത്ര പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? S. സോംനാഥ്. മുൻ ISRO ചെയർമാൻ ആയിട്ടുള്ള S. സോംനാഥിനാണ് കേരള ശാസ്ത്ര പുരസ്കാരം 2023 ലഭിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ ISRO ചെയർമാൻ ആരാണ്? ഇപ്പോഴത്തെ ISRO ചെയർമാൻ ആണ് V. നാരായണൻ. ഈ കഴിഞ്ഞ ജനുവരി 14 ISRO ചെയർമാൻ ആയി V. നാരായണൻ. മുൻ ISRO ചെയർമാൻ ആണ് S. സോംനാഥ്. അദ്ദേഹത്തിനാണ് കേരള ശാസ്ത്ര പുരസ്കാരം അവാർഡ് 2023 നൽകി ആദരിച്ചിട്ടുള്ളത്. 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് 2025 ഫെബ്രുവരി 8 എവിടെയാണ് നടന്നത്? കേരള കാർഷിക സർവകലാശാല, വെള്ളാനിക്കര. തൃശൂർ ഡിസ്ട്രിക്റ്റിലുള്ള കേരള കാർഷിക സർവകലാശാല, ഇവിടെ വെച്ചാണ് 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് 2025 അത് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വേളയിലാണ് S. സോംനാഥിന് അഭിമാനകരമായിട്ടുള്ള കേരള ശാസ്ത്ര പുരസ്കാരം അവാർഡ് നൽകി ആദരിച്ചിട്ടുള്ളത്. ഈ അവാർഡ് നൽകിയിട്ടുള്ളത് കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ ആണ്. ഈ ഒരു അവാർഡ് നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുള്ളത്. ഏത് വർഷത്തോടെ കേരളം കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാകാൻ ലക്ഷ്യമിടുന്നു? 2050. 37ാമത്തെ കേരള സയൻസ് കോൺഗ്രസിൽ വെച്ച് കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ അറിയിച്ചത്, അതായത് 2050 കേരളം കാർബൺ ന്യൂട്രൽ സ്റ്റേറ്റ് ആയിട്ട് മാറുമെന്നതാണ്. 37ാമത്തെ കേരള സയൻസ് കോൺഗ്രസ് നടന്നിട്ടുള്ളത് വെള്ളാനിക്കര കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയാണ്. ഇത് തൃശൂർ ഡിസ്ട്രിക്റ്റിലാണ്. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി, എൻവയോൺമെന്റ് സ്ഥാപിച്ച കേരള ശാസ്ത്ര പുരസ്കാരം ഏത് വർഷത്തിലാണ് ആരംഭിച്ചത്? 2011. 2011, അതായത് 2011 കേരള ശാസ്ത്ര പുരസ്കാരം ഇത് ആരംഭിച്ചിട്ടുള്ളത്. ഈ ഒരു അവാർഡ് നൽകുന്നത് കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് ആണ്. 37ാമത്തെ കേരള ശാസ്ത്ര കോൺഗ്രസ് ആണ് ഈ കഴിഞ്ഞ ഫെബ്രുവരി 8 നടന്നിട്ടുള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: എ ലാംപ് ലൈറ്റിംഗ് സെറമണി അറ്റ് ആർമി ഹോസ്പിറ്റൽ, ഡൽഹി വാസ് ഹെൽഡ്. ഡൽഹിയിലെ സൈനിക ആശുപത്രിയിൽ വിളക്ക് കൊളുത്തി ചടങ്ങ് നടന്നു. ലാംപ് ലൈറ്റിംഗ് സെറമണി ഇത് മിക്കവാറും എല്ലാ സ്ഥലങ്ങളും നടക്കുന്ന ഒന്നാണ്. എന്നാൽ പ്രത്യേകിച്ച് ഒരു ആർമി ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ നടക്കുന്ന ഈ ലാംപ് ലൈറ്റിംഗ് സെറമണി എന്താണെന്ന് നമുക്ക് നോക്കാം. 2025 ഫെബ്രുവരി 8 ഡൽഹിയിലെ ആർമി ആശുപത്രിയിൽ 11ാമത് ബാച്ചിലെ 29 നഴ്സിംഗ് കേഡറ്റുകൾക്കായി ഏത് ചടങ്ങാണ് നടത്തിയത്? ലാംപ് ലൈറ്റിംഗ് സെറമണി, വിളക്ക് കൊളുത്തൽ ചടങ്ങ്. നഴ്സിംഗ് മേഖലയിൽ നടക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ലാംപ് ലൈറ്റിംഗ് സെറമണി. അതായത് അവരുടെ പ്രൊഫഷനിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചടങ്ങാണ് ലാംപ് ലൈറ്റിംഗ് സെറമണി. ഇത് നഴ്സിംഗ് മേഖലയിലെ ഒരു ശുഭകരമായിട്ടുള്ള ദിവസമാണ് ലാംപ് ലൈറ്റിംഗ് സെറമണി. ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവരെ ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു സെറമണി ആണ് ലാംപ് ലൈറ്റിംഗ് സെറമണി. ഈ ഒരു ചടങ്ങാണ് ഫെബ്രുവരി 8 ഡൽഹിയിലെ ആർമി ആശുപത്രിയിൽ 11ാമത്തെ ബാച്ചിലേക്കുള്ള 29 നഴ്സിംഗ് കേഡറ്റുകൾക്കായിട്ടുള്ള ഒരു ചടങ്ങ് നടന്നിട്ടുള്ളത്. കോഴ്സ് ആരംഭിക്കുന്നതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു ചടങ്ങാണ് ലാംപ് ലൈറ്റിംഗ് സെറമണി. ഡൽഹിയിലെ ആർമി ആശുപത്രിയുടെ കമാൻഡന്റ് ആരാണ്? ലഫ്റ്റനന്റ് ജനറൽ ശങ്കർ നാരായണൻ. ആർമിയിലെ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റൽ ആണ് ആർമി ഹോസ്പിറ്റൽ റിസർച്ച് ആൻഡ് റഫറൽ. ഇവിടുത്തെ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന പോസ്റ്റ് ആണ് കമാൻഡന്റ്. ഇപ്പോഴത്തെ ആർമി ഹോസ്പിറ്റൽ റിസർച്ച് ആൻഡ് റഫറൽ ഡൽഹിയിലെ കമാൻഡന്റ് ആണ് ലഫ്റ്റനന്റ് ജനറൽ ശങ്കർ നാരായണൻ. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: 27 വർഷത്തിന് ശേഷം BJP ഡൽഹിയിൽ വീണ്ടും അധികാരത്തിൽ. BJP റിട്ടേൺസ് ടു പവർ ഇൻ ഡൽഹി ആഫ്റ്റർ 27 ഇയേഴ്സ്. 27 വർഷത്തിന് ശേഷമാണ് BJP ഡൽഹിയിലേക്ക് വീണ്ടും ആ ഒരു സ്ഥാനത്തേക്ക് എത്താൻ പോകുന്നത്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഫെബ്രുവരി 5 നടന്ന ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJP എത്ര സീറ്റുകൾ നേടി? 48.
ഈ കഴിഞ്ഞ ഫെബ്രുവരി 5 തീയതിയായിരുന്നു ഡൽഹി അസംബ്ലി ഇലക്ഷൻ. ഇതിൻ്റെ റിസൾട്ട് പ്രഖ്യാപനം ഈ കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു, അതായത് ഫെബ്രുവരി 8 തീയതി. ഇതിൽ BJPക്ക് 48 സീറ്റ് ആണ് ലഭിച്ചിട്ടുള്ളത്. അതായത് 27 വർഷത്തിന് ശേഷമാണ് BJPക്ക് ഇത്രയും സീറ്റ് ലഭിക്കുന്നത്. 2025 ഫെബ്രുവരി 5 നടന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 22 സീറ്റുകൾ നേടിയ പാർട്ടി ഏതാണ്? ആം ആദ്മി പാർട്ടി. AAP രണ്ടാമത് ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയിട്ടുള്ള പാർട്ടി, 48 സീറ്റുമായി BJP. രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയിട്ടുള്ള പാർട്ടി അത് AAP ആണ്, 22 സീറ്റ് ആണ് നേടിയിട്ടുള്ളത്. അതായത് കഴിഞ്ഞ 2 ടേംസ് ഭരിച്ച AAP, കോൺഗ്രസിന് ശേഷം AAP ആണ് ഡൽഹിയിൽ ഭരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2 ടേം, അതിനുശേഷം ആണ് ഇപ്പോൾ മൂന്നാമത്തെ ടേമിലേക്ക് ഉള്ള മത്സരം എന്ന പ്രതീക്ഷയിൽ നിന്ന് AAPക്ക് ലഭിച്ചത് കേവലം 22 സീറ്റ് ആണ്, 48 സീറ്റ് ആണ് BJPക്ക്. ഡൽഹിയിലെ ആകെ നിയമസഭാ സീറ്റുകളുടെ എണ്ണം എത്ര? 70. ഇപ്പോൾ ടോട്ടൽ 70 സീറ്റ്സ് ആണ് ഡൽഹി അസംബ്ലിയിൽ. ഇതിൽ 48 BJPക്കും 22 ആം ആദ്മി പാർട്ടിക്കാണ് ലഭിച്ചിട്ടുള്ളത്. എത്ര വർഷങ്ങൾക്ക് ശേഷം ദേശീയ തലസ്ഥാന പ്രദേശത്ത് ഭാരതീയ ജനതാ പാർട്ടി അടുത്ത സർക്കാർ രൂപീകരിക്കാൻ പോകുന്നു? 27 വർഷം, 27 ഇയേഴ്സിൻ്റെ ഗ്യാപ്പിൽ അതിനുശേഷം, അതായത് കോൺഗ്രസ് ഭരിച്ചു, കോൺഗ്രസിന് ശേഷം വന്നിട്ടുള്ള പാർട്ടിയാണ് AAP. AAP 2 ടേംസ് ഭരിച്ചു. ഇപ്പോൾ ഈ കഴിഞ്ഞ ഫെബ്രുവരി 5 തീയതി നടന്നിട്ടുള്ള ഇലക്ഷനിൽ BJP ആണ് ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയിട്ടുള്ളത്, 48 സീറ്റ്. ആം ആദ്മി പാർട്ടിയായിരുന്നു ഡൽഹി ഭരിച്ചിരുന്നത്. ആം ആദ്മി പാർട്ടി നേടിയിട്ടുള്ളത് കേവലം 22 സീറ്റ് ആണ്. കോൺഗ്രസിന് സീറ്റ് ഒന്നും ഈ തവണത്തെ ഡൽഹി അസംബ്ലി ഇലക്ഷൻ ലഭിച്ചില്ല. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, US to participate in Aero India Expo this year for the 15th time. ഈ വർഷം 15ാം തവണയാണ് US എയ്റോ ഇന്ത്യ എക്സ്പോയിൽ പങ്കെടുക്കുന്നത്. എയ്റോ ഇന്ത്യ ഷോ നടക്കാൻ പോകുന്നത് ബാംഗ്ലൂരിൽ. USന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള F-16, F-35, KC-135, B-1 ബോംബർ എന്നിവ പ്രദർശിപ്പിക്കുന്ന ഒരു എയ്റോ ഷോ ആയിരിക്കുള്ളൂ വരാൻ പോകുന്ന, അതായത് ഇന്ന് ആരംഭിക്കുന്ന എയ്റോ ഷോ. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 15ാമത് എയ്റോ ഇന്ത്യ 2025 5 ദിവസത്തെ എയ്റോസ്പേസ് പ്രതിരോധ ഷോ ഏത് തീയതിയിലാണ് ആരംഭിക്കുന്നത്? 2025 ഫെബ്രുവരി 10 മുതൽ 14 വരെ. ഫെബ്രുവരി 10 to ഫെബ്രുവരി 14 ആണ് എയ്റോ ഇന്ത്യ ഷോ നടക്കാൻ പോകുന്നത് ബാംഗ്ലൂരിലാണ്. 15ാമത് എയ്റോ ഇന്ത്യ 2025 5 ദിവസത്തെ എയ്റോസ്പേസ് പ്രതിരോധ ഷോ ഏത് വ്യോമതാവളത്തിലാണ് ആരംഭിക്കുന്നത്? യലഹങ്ക എയർബേസ്. ബാംഗ്ലൂരിലെ ട്രെയിനിങ് കമാൻഡ് അണ്ടറിൽ വരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു എയർഫോഴ്സ് സ്റ്റേഷൻ ആണ് യലഹങ്ക എയർബേസ്. യലഹങ്ക എയർബേസിൽ വെച്ചാണ് 10 മുതൽ 14 വരെ നടക്കാൻ പോകുന്ന എയ്റോ ഇന്ത്യ. ഓരോ 2 വർഷം കൂടും നടക്കുന്ന ഒരു വലിയൊരു ഷോ ആണ് എയ്റോ ഇന്ത്യ ഷോ. ഇതിൽ 15ാമത്തെ വർഷമാണ് എയ്റോ ഇന്ത്യ നടക്കാൻ പോകുന്നത്. 15ാമത് എയ്റോ ഇന്ത്യ 2025 എത്ര പേരുടെ കമ്പനികൾ പങ്കെടുക്കുന്നു? 150 വിദേശ കമ്പനികൾ ഉൾപ്പെടെ 900-ലധികം പ്രദർശകർ. അതായത് 900 എക്സിബിറ്റേഴ്സ്, 900 സ്റ്റോൾ, അതുപോലെ തന്നെ 150 ഫോറിൻ കമ്പനീസ്. മിക്കവാറും പല രാജ്യങ്ങളും അവരുടെ പവർഫുൾ ആയിട്ടുള്ള വിമാനങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു ഷോ ആണ് എയ്റോ ഇന്ത്യ ഷോ. ഇതിൽ ഇന്ത്യ നിർമ്മിച്ചിട്ടുള്ള ഹെലികോപ്റ്റേഴ്സ്, ഫൈറ്റർ ജെറ്റ്സ് എന്നീ വിമാനങ്ങൾ പങ്കെടുപ്പിക്കുന്ന ഒരു എയ്റോ ഇന്ത്യ ഷോ ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ബാംഗ്ലൂരിൽ. 15ാമത് എയ്റോ ഇന്ത്യ 2025 പ്രമേയം എന്താണ്? ദി റൺവേ ടു എ ബില്യൺ ഓപ്പർച്യൂണിറ്റീസ്. 1 ബില്യൺ അവസരങ്ങളിലേക്കുള്ള റൺവേ. 2025 എയ്റോ ഇന്ത്യയുടെ തീം ആണ് ദ റൺവേ ടു എ ബില്യൺ ഓപ്പർച്യൂണിറ്റീസ്. അതായത് കോടിയോളം അവസരങ്ങൾ ഇത് ആരംഭിക്കുന്നത് റൺവേയിൽ നിന്നാണ്. അതായത് ഓരോ വിമാനങ്ങളുടെയും പ്രദർശനം നടക്കാൻ പോകുന്ന ഒരു ഷോ ആണ് എയ്റോ ഇന്ത്യ. ഏത് വിമാനത്തിലാണ് എയർ ചീഫ് മാർഷൽ AP സിംഗും കരസേന മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയും ഒരുമിച്ച് പറന്ന് ചരിത്രം സൃഷ്ടിച്ചത്? ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് തേജാസ്, ലഘു യുദ്ധവിമാനം തേജാസ്. തേജസ് എന്ന വിമാനം ഇത് ഇന്ത്യ നിർമ്മിച്ചിട്ടുള്ള വിമാനമാണ്. ഇതിൽ ആദ്യമായിട്ട്, അതായത് 2 ചീഫ് ഒരുമിച്ച് പറഞ്ഞിട്ട് ചരിത്രം സൃഷ്ടിച്ച ഒരു ഫ്ലൈയിങ് ആയിരുന്നു ഈ കഴിഞ്ഞ ദിവസം, അതായത് ഫെബ്രുവരി 9 തീയതി, ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ചീഫ് ആയിട്ടുള്ള എയർ ചീഫ് മാർഷൽ AP സിംഗും ഇന്ത്യൻ ആർമിയുടെ ചീഫ് ആയിട്ടുള്ള ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇവർ ഒരുമിച്ചാണ് LC തേജസിൽ പറന്ന് ആദ്യമായിട്ട് 2 ചീഫ്മാർ ഒരുമിച്ച് പറഞ്ഞിട്ടുള്ള ആ ഒരു ചരിത്രം
സൃഷ്ടിച്ച ചീഫ്. ഈ ഒരു ഫ്ലൈയിങ് നടന്നിട്ടുള്ളതും എയ്റോ ഇന്ത്യയുടെ ഭാഗമായിട്ടാണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: പ്രൈം മിനിസ്റ്റർ മോദി ടു വിസിറ്റ് ഫ്രാൻസ് ആൻഡ് ദി US ഫ്രം February 10. ഫെബ്രുവരി 10 മുതൽ പ്രധാനമന്ത്രി മോദി ഫ്രാൻസ് US സന്ദർശിക്കും. ഇതൊരു കറണ്ട് അഫേഴ്സ് ആണ്, ഇന്റർനാഷണൽ ലെവലിലെ ഒരു കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഫെബ്രുവരി 11 ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണോടൊപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിയിൽ ആരാണ് അധ്യക്ഷനാവുക? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫെബ്രുവരി 11, അതായത് നാളെ നടക്കാൻ പോകുന്ന വളരെ വലിയൊരു പ്രോഗ്രാം ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ആക്ഷൻ സമ്മിറ്റ്. ഈ ഒരു ഉച്ചകോടിയിൽ 2 പേരാണ് അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത്. ഒന്ന് ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, മറ്റൊന്ന് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. 2025 ഫെബ്രുവരി 10 മുതൽ ഫെബ്രുവരി 11 വരെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിക്ക് ആതിഥ്യം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഫ്രാൻസ്. ഫ്രാൻസിലെ പാരീസിലാണ് ഈ ഒരു ഉച്ചകോടി നടക്കാൻ പോകുന്നത്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ സമ്മിറ്റ്. ഇത് ഫെബ്രുവരി 10 ഇന്ന് ആരംഭിക്കുകയും ഫെബ്രുവരി 11 നാളെ ഇത് അവസാനിക്കുകയും ചെയ്യുന്ന 2 ദിവസത്തെ ഒരു കോൺഫറൻസ് ആണിത്. 2025 ഫെബ്രുവരി 10 മുതൽ ഫെബ്രുവരി 11 വരെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിയിൽ എത്ര രാജ്യങ്ങൾ പങ്കെടുക്കും? ഏകദേശം 100 രാജ്യങ്ങൾ. ഓൾമോസ്റ്റ് 100 കൺട്രീസിലാണ് AIയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ സമ്മിറ്റ് നടക്കാൻ പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫേഴ്സിലെ ലാസ്റ്റ് ന്യൂസ് ഹെഡിംഗ്: 75th ആനിവേഴ്സറി ഓഫ് ദി നാഷണൽ സാമ്പിൾ സർവേ NSS. ദേശീയ സാമ്പിൾ സർവേയുടെ 75ാം വാർഷികം. 75 ഇയേഴ്സ് ആഘോഷിക്കുന്ന ഒരു ഇന്ത്യയിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് NSS, അതായത് നാഷണൽ സാമ്പിൾ സർവേ. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ദേശീയ സാമ്പിൾ സർവേയുടെ 75ാം വാർഷികം ഏത് തീയതിയിലാണ് നടന്നത്? 2025 ഫെബ്രുവരി 7. ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി 7, അതായത് കഴിഞ്ഞ ആഴ്ച NSSന്റെ 75ാമത്തെ വാർഷികം നടന്നു. NSS അതായത് നാഷണൽ സാമ്പിൾ സർവേ ഇതെന്താണ്? പ്രധാനമായിട്ടും പറയുമ്പോൾ വലിയ തോതിലുള്ള സാമ്പിൾ സർവേകളിലൂടെ ഇന്ത്യയിലെ ജനസംഖ്യയുടെ വിവിധ സാമൂഹിക സാമ്പത്തിക വശങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള ഡാറ്റ കളക്ഷൻ, അതാണ് ഇതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ. അത് NSS ആണ് ഇന്നിപ്പോൾ നടക്കുന്ന ആരോഗ്യപരമായിട്ടുള്ളതും വിദ്യാഭ്യാസവും നമ്മുടെ കൺസ്യൂമർ ഡാറ്റാസ് കളക്ട് ചെയ്യുക. ആ ഡാറ്റ പ്രകാരമാണ് പുതിയ പുതിയ പോളിസീസ് ഉണ്ടാക്കുന്നത്, പുതിയ പുതിയ നയങ്ങൾ ഉണ്ടാക്കുന്നത്, അതായത് പുതിയ പുതിയ പോളിസീസ് ഉണ്ടാക്കുന്നത്. ഏത് മന്ത്രാലയമാണ് ദേശീയ സാമ്പിൾ സർവേകളുടെ 75ാം വാർഷികം ആഘോഷിച്ചത്? സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ MOSPI ആണ് NSSന്റെ ഈ ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. NSS ഡിപ്പാർട്ട്മെന്റ് ആണ് ഇപ്പോൾ 75th ആനിവേഴ്സറി ഇത് ആഘോഷിച്ചിട്ടുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയത്തിന്റെ നിലവിലെ കേന്ദ്രമന്ത്രി ആരാണ്? റാവു ഇന്ദർജിത് സിംഗ്. ഇപ്പോഴത്തെ ദ കറന്റ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ദി മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ അത് റാവു ഇന്ദർജിത് സിംഗ് ആണ്. അപ്പം നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 22 കറണ്ട് അഫേഴ്സും അതുമായി ബന്ധപ്പെട്ട GK ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓരോ പ്രാവശ്യം ഇതുപോലെ തന്നെ ഡിസ്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഓരോ കോമ്പറ്റീഷനിലും എവിടെയും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.